ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ന്യൂട്ടല്ലയുടെ റെസിപ്പി ആയിട്ടാണ്. ന്യൂട്ടല്ല ഇഷ്ടമില്ലാത്ത മക്കളൊന്നും കാണില്ല അല്ലേ? ചപ്പാത്തിയോടൊപ്പോ ബ്രെഡിനോടൊപ്പോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ വരെ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ന്യൂട്ടല്ല പുറത്തുനിന്ന് വാങ്ങാനും നല്ല റേറ്റാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ ന്യൂട്ടല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല എളുപ്പമാണ്, അധികം ചേരുവകളുടെ ആവശ്യമില്ല. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഹേസൽനട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂട്ടല്ലയിൽ ഹേസൽനട്ടാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഹേസൽനട്ട് എടുത്തത്. ഇപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ ഇത് കിട്ടാൻ പാടായിരിക്കും, പിന്നെ വാങ്ങാനും കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതിന് പകരം നമ്മുടെ സാധാരണ കപ്പലണ്ടി എടുത്താലും മതി. 1 കപ്പ് കപ്പലണ്ടി എടുക്കുക, അല്ലെങ്കിൽ 1 കപ്പ് ബദാം എടുത്താലും മതി. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഇനി നമുക്കിതിൻ്റെ തോല് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കി എടുക്കുക. പാത്രം ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലോട്ട് ഹേസൽനട്ട് ചേർത്ത് കൊടുക്കുക. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. 2 മുതൽ 5 മിനിറ്റ് വരെ നന്നായിട്ട് വറുത്തെടുക്കാം. കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് തോലിളകി വരും കേട്ടോ. കപ്പലണ്ടിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതാ തോലിളകി തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് തോലിളകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ചൂടനുസരിച്ചിരിക്കും കേട്ടോ എത്ര പെട്ടെന്നാണ് തോലിളകി വരുന്നതെന്ന്. അപ്പോൾ അതാ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് തോലും ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടവലിലോട്ട് മാറ്റി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ മൂടി വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരച്ചു കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് തോലും ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് തോലില്ലാതെ പറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ തോല് മാറ്റിയ ഹേസൽനട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ചെറിയ ജാറിലിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. അതിന് ശേഷം നമുക്ക് വലിയ ജാറിലോട്ട് മാറ്റാം കേട്ടോ. കുറച്ചും കൂടെ അരച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും കേട്ടോ. അതുവരെ നമ്മൾ അരയ്ക്കണം. അരയ്ക്കുമ്പോൾ നിർത്തി അരച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറ് ചൂടാവരുത്. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കപ്പലണ്ടി അരയ്ക്കുമ്പോഴായിരുന്നാലും ഇങ്ങനെ തന്നെ വരും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മധുരം ഇല്ലാത്ത കൊക്കോ പൗഡറാണ് ചേർത്തത്. അപ്പോൾ മധുരം ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, പഞ്ചസാര അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക. പക്ഷേ ബട്ടർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, കൂടി പോവരുത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോഴും അലിയാതെ കിടക്കും കേട്ടോ പഞ്ചസാര. ഞാനിതൊന്ന് വലിയ ജാറിലോട്ട് മാറ്റിയിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നന്നായിട്ട് ഹേസൽനട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി പൊടിഞ്ഞ് കിട്ടിയിട്ട് വേണം ബാക്കിയൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാൻ. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂട്ടല്ല കുറച്ച് ലൂസായിട്ടിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ പോരാ. ഇതിലോട്ട് നമ്മൾ എണ്ണ കൂടി ചേർക്കണം. നമുക്ക് എത്ര ലൂസായിട്ടാണോ ന്യൂട്ടല്ല വേണ്ടത് അത്രയും നമ്മൾ എണ്ണ ചേർത്തിട്ട് അരച്ചെടുക്കണം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചേർത്താൽ നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പം ആദ്യം കുറച്ച് എണ്ണ ചേർക്കാം, പിന്നെ അരച്ചെടുത്തതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1/4 കപ്പ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ അരയ്ക്കാൻ എടുക്കുന്ന മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് വേണം അരച്ചെടുക്കാൻ. ഒട്ടും വെള്ളം നനവ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഈ ന്യൂട്ടല്ല ഫ്രിഡ്ജിനകത്തൊന്നും അല്ല വയ്ക്കുന്നത്, പുറത്താണ് വയ്ക്കുന്നത്. അപ്പോൾ വെള്ളം നനവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ നമ്മുടെ ന്യൂട്ടല്ല റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂട്ടല്ല പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ന്യൂട്ടല്ല വയ്ക്കാൻ എടുക്കുന്ന കുപ്പി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒട്ടും വെള്ളം നനവില്ലാതെ വേണം നമ്മൾ ഈ ന്യൂട്ടല്ല അതിലോട്ട് ഇട്ട് വയ്ക്കാൻ. ന്യൂട്ടല്ല എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, വെള്ളം നനവൊന്നും ഇല്ലാത്ത സ്പൂൺ കൊണ്ട് എടുക്കുക കേട്ടോ. അപ്പോൾ 2 ആഴ്ച വരെയൊക്കെ ഒരു കേടും ഇല്ലാതെ പുറത്തിരുന്നോളും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീട്ടിലുണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഹെൽത്തിയാണ്, കുറഞ്ഞ റേറ്റിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.